നമസ്കാരം. സ്റ്റഡി സോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ സ്റ്റഡി സോണിൻ്റെ ക്ലാസ്സുകൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് വരുന്ന സ്റ്റഡി സോണിൻ്റെ ക്ലാസ്സുകൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. സോ ഇന്ന് നമ്മൾ കടക്കാൻ പോകുന്ന പുതിയൊരു ടോപ്പിക് വർഗീകരണമാണ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ, വർഗീകരണം അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ആണ്. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങൾ വർഗീകരണത്തിലുണ്ട്. നിങ്ങൾക്ക് PSCക്ക് വേണ്ടുന്നതായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് വേഗം വർഗീകരണത്തിലേക്ക് പോയാലോ. ഓക്കെ, സോ എന്താണ് വർഗീകരണം? അതായത് നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ ഒരുപാട് ഡ്രസ്സുകൾ നമ്മൾ അലമാരയിലുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? ഓരോ ഡ്രസ്സ് അതായത് ഇപ്പോൾ ചുരിദാർ വേറെ, സാരി വേറെ, അങ്ങനെ ആക്കിയിട്ട് നമ്മൾ വെക്കും അല്ലേ? അതാണ് എന്ത്? ക്ലാസിഫിക്കേഷൻ. ഇനി അല്ലെങ്കിൽ നമ്മൾ അടുക്കളയിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഓരോന്നും ഓരോരോ പാത്രങ്ങളിൽ അയച്ച് കാണാം അല്ലേ? അതെന്താണ്? ഉപ്പ് വേറെ, മുളക് വേറെ, മഞ്ഞൾ വേറെ, അങ്ങനെ ആക്കിയിട്ട് നിങ്ങൾക്ക് ഓരോരോ അടുക്കായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് എല്ലാത്തിനും അതിൻ്റേതായ ക്യാരക്ടറിനനുസരിച്ചിട്ട് ചെയ്യുകയാണ്, നമ്മൾ തരം തിരിച്ച് വെക്കുകയാണ് അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വർഗീകരണം എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. സോ ഈ വർഗീകരണം, അതായത് ഇത് നമ്മൾ ശാസ്ത്രീയമായി ചെയ്യുകയാണെങ്കിൽ, ഈ വർഗീകരണത്തെ നമ്മൾ ശാസ്ത്രീയമായി ചെയ്യുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണെന്ത്? വർഗീകരണ ശാസ്ത്രം. സോ ശാസ്ത്രീയമായി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പേരാണെന്ത്? വർഗീകരണ ശാസ്ത്രം. വർഗീകരണ ശാസ്ത്രം, അല്ലെങ്കിൽ നമ്മളതിനെ എന്ത് വിളിക്കും? ടാക്സോണമി എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ടാക്സോണമി എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. സോ എന്താണ് ടാക്സോണമി, അല്ലെങ്കിൽ എന്താണ് വർഗീകരണ ശാസ്ത്രം എന്നാണ് പറയുന്നത്. സോ വർഗീകരണം മെയിനായിട്ട് ജീവികളെയും അതേപോലെ തന്നെ സസ്യങ്ങളെയും വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ്, സൂക്ഷ്മജീവികളെയൊക്കെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഈ വർഗീകരണ ശാസ്ത്രം പഠിക്കുന്നത്. സോ ജീവികളെ തിരിച്ചറിഞ്ഞ്, അതായത് ഇപ്പോൾ നമ്മളൊരു ജീവിനെ കണ്ടു കഴിഞ്ഞാൽ ഇത് പൂച്ചയാണ്, ഇത് പൂച്ചയിലെ ഇന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു വർഗീകരണ ശാസ്ത്രം, അതായത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാണ്? നമ്മൾ ഇതിനെയൊക്കെ വർഗീകരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അതായത് ജീവികളെ തിരിച്ചറിഞ്ഞ് അവയുടെ സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ശാസ്ത്രീയമായി പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് വർഗീകരണ ശാസ്ത്രം. അപ്പോൾ ഒരു കുട്ടി നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് വർഗീകരണ ശാസ്ത്രം? അപ്പം നമ്മൾ ഒന്നാമത്തെ പോയിൻ്റായിട്ട് പറയണം. ഒന്നാമത്തെ എന്താണ്? സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ, സമാനത, വ്യത്യാസം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ജീവികളെ എന്ത് ചെയ്യാണ്? തരംതിരിക്കുക. ജീവികളെ തരംതിരിക്കുക. പിന്നെ എന്ത് ചെയ്യാണ്? അതിന് ശാസ്ത്രീയമായി എന്ത് കൊടുക്കുക? പേര് കൊടുക്കുക. ശാസ്ത്രീയമായി പേര് കൊടുക്കുക. ഓക്കെ ആണല്ലോ. സോ എന്താണ് വർഗീകരണ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ, ഒരു ജീവിയെ അതിൻ്റെ സമാനതയും, അതായത് ജീവികളെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ്? ശാസ്ത്രീയമായിട്ട് പേര് നൽകുന്ന ആ ശാസ്ത്രശാഖകൾക്ക് പറയുന്ന പേരാണെന്ത്? വർഗീകരണ ശാസ്ത്രം എന്ന് പറയുന്നത്. സോ വർഗീകരണ തലത്തിൽ വർഗീകരണത്തിന് ശാസ്ത്രീയമായി അടിത്തറ നൽകിയ ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് ആരാ എന്ന് പറയാം? കാൾ ലിനേയസ്. മറന്നു പോകരുത്. വർഗീകരണത്തിൻ്റെ പിതാവ്, ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കാൾ ലിനേയസ് ആണ്. ആധുനിക വർഗീകരണ ശാസ്ത്ര പിതാവ് എന്ന് അറിയപ്പെടുന്നത്. മറന്നു പോകരുത്. ഇനി ടാക്സോണമി അല്ലെങ്കിൽ വർഗീകരണ ശാസ്ത്രം എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. അപ്പോൾ നമുക്കിവിടെ എഴുതാം, ടാക്സോണമി അല്ലെങ്കിൽ വർഗീകരണ ശാസ്ത്രം പല തരത്തിലുള്ള ടാക്സോണമികളുണ്ട്. ഒന്നാണ് എന്ത്? സൈറ്റോ ടാക്സോണമി. എന്താണ് സൈറ്റോ ടാക്സോണമി? സൈറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോമസോമിൻ്റെ എണ്ണമനുസരിച്ചുള്ള
ജീവജാലങ്ങളുടെ വർഗീകരണമാണ് സൈറ്റോടാക്സോണമി. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം ക്രോമസോമിൻ്റെ എണ്ണത്തിനനുസരിച്ച് ജീവികളെ തരംതിരിക്കുന്നതിന് ഉള്ള ആ ഒരു വർഗീകരണ ശാസ്ത്രത്തിന് പറയുന്ന പേരാണെന്ത്? സൈറ്റോടാക്സോണമി. ഇനി രണ്ടാമതായിട്ട് നമുക്ക് പറയാം ബയോകെമിക്കൽ സിസ്റ്റമാറ്റിക്സ്. എന്താണ്? ബയോകെമിക്കൽ സിസ്റ്റമാറ്റിക്സ്. അതെന്താണ്? ബയോകെമിക്കൽ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ? ജൈവരസതന്ത്ര സവിശേഷതകൾക്കനുസരിച്ച് ഉള്ള ജീവികളുടെ വർഗീകരണത്തിനെയാണ് ബയോകെമിക്കൽ സിസ്റ്റമാറ്റിക്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി മൂന്നാമതായിട്ടുള്ള ഒന്നാണ് എന്ത്? ന്യൂമറിക്കൽ ടാക്സോണമി. എന്താണ്? ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികൾക്കനുസരിച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികൾക്കനുസരിച്ച് എന്ത് ചെയ്യാണ്? ജീവികളെ വർഗീകരിക്കുന്നതാണ് ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറയുന്നത്. അടുത്തതാണ് എക്സ്പെരിമെൻ്റൽ ടാക്സോണമി. നാലാമത്തതായിട്ട് നമുക്ക് പറയാം എക്സ്പെരിമെൻ്റൽ ടാക്സോണമി. എന്തായിരിക്കും എക്സ്പെരിമെൻ്റൽ ടാക്സോണമി? പരിണാമഘട്ടത്തെ അടിസ്ഥാനമാക്കി, അതായത് അന്ധകാലത്തിൽ നിന്ന്, അതായത് ആദിമ മനുഷ്യരിൽ നിന്ന് ഈ കാണുന്ന മനുഷ്യനിലേക്ക് എത്തുന്നതിൻ്റെ ആ ഒരു പഠന സിദ്ധാന്തമുണ്ടല്ലോ. സോ അതാണെന്ത്? പരിണാമഘട്ടത്തെ ആസ്പദമാക്കി ജനിതക ഘടന പരീക്ഷണങ്ങളിലൂടെയുള്ള അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? എക്സ്പെരിമെൻ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? സോ ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടാക്സ്. നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊക്കെ എന്ത് ചെയ്യാം? മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ഏതൊക്കെയാണ് വർഗീകരണ ശാസ്ത്രങ്ങൾ? സൈറ്റോടാക്സോണമി ഉണ്ട്, ബയോകെമിക്കൽ സിസ്റ്റമാറ്റിക്സ് ഉണ്ട്, ന്യൂമറിക്കൽ ടാക്സോണമി ഉണ്ട്, എക്സ്പെരിമെൻ്റൽ ടാക്സോണമി ഉണ്ട്. പരിണാമ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിണാമഘട്ടത്തെ അടിസ്ഥാനമാക്കി ജനിതഘടനാ പരീക്ഷണങ്ങളിലൂടെയുള്ള വർഗീകരണത്തിനെയാണ് എക്സ്പെരിമെൻ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടാക്സോണമിക് കീകളെ കുറിച്ചാണ്. ടാക്സോണമിക് കീ എന്താണ് ടാക്സോണമിക് കീ? ടാക്സോണമിക് കീ എന്ന് തന്നെയാണ് നമ്മൾ മലയാളത്തിൽ എഴുതുക കേട്ടോ. ടാക്സോണമിക് കീകൾ എന്നാണ് എഴുതുക. സോ സസ്യജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശാസ്ത്രീയ സൂചകങ്ങളാണിവ. ശാസ്ത്രീയ സൂചകങ്ങൾ. ഇതിനെയാണ് എന്ത് വിളിക്കുക? ടാക്സോണമിക് കീ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മളെ കയ്യിൽ ഒരുപാട് ജീവികളുണ്ട്. എന്തൊക്കെയുണ്ട്? പൂമ്പാറ്റ, പിന്നെ ചിലന്തി, പിന്നെന്തുണ്ട്? പിന്നെ നമ്മുടെ കയ്യിൽ ഒരു പക്ഷിയുണ്ട്. നമുക്ക് തത്ത എന്ന് എടുക്കാം അല്ലേ? തത്തയുണ്ട്. പിന്നെന്താ ഉള്ളത്? ഒരു കരടിയുണ്ട്. ഓക്കെ, സോ ഇത്രയാണുള്ളത്. അപ്പം നമുക്ക് ഇതിനെന്ത് ചെയ്യണം? വർഗീകരിക്കണം. അപ്പം നമുക്കൊരു സൂചകങ്ങളുണ്ട് അല്ലേ? ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് എന്തൊക്കെ സൂചകങ്ങൾ എടുക്കാം? ഒരു സൂചകത്തിൽ വെച്ച്, ആദ്യത്തെ ഒരു സൂചകത്തിൽ വെച്ച് നമുക്കിതിനെ വർഗീകരിക്കാം. എന്താണ്? ചിറകുള്ളവ. ചിറക് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു സൂചകമാണല്ലേ. അതിൽ ചിറകുള്ളവ, ചിറകില്ലാത്തവ അല്ലേ? അപ്പോൾ ഇതിലേതൊക്കെ പെടും? ചിറകുള്ളവയിൽ പൂമ്പാറ്റ, പിന്നെന്താ വരിക? തത്ത. ഇത് രണ്ടും എന്തിൽ വരും? ചിറകുള്ളവയിൽ. ചിറകില്ലാത്തവയിൽ എന്ത് വരും? ചിലന്തി, അതേപോലെ കരടി. ഇത് രണ്ടും ചിറകില്ലാത്തവയിൽ വരും. അപ്പോൾ നമ്മൾ ചിറകുള്ളവ വെച്ചിട്ട് വീണ്ടും അതിനെ എന്ത് ചെയ്യണം? ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമുക്ക് എന്തിൽ പറയാം? ഷഡ്പദങ്ങൾ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം? ചിറകിൻ്റെ പ്രത്യേകതയ്ക്കനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം?
അല്ലെങ്കിൽ കാലുകളുടെ എണ്ണം എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വർഗീകരിക്കാം. അപ്പം നമ്മളിവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിജാലങ്ങളെ, സസ്യജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന സൂചകങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടാക്സോണമിക് കീകൾ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഒരു സൂചകത്തിന് രണ്ട്, അതായത് ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു ടാക്സോണമിക് കീ ആണ് ഇത്, ഡൈക്കോട്ടമസ് കീ. ഡൈക്കോട്ടമസും അതേപോലെ തന്നെ എന്താണ്, ഡൈക്കോട്ടമസ് കീ ആണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കീ ഉള്ളത് ടാക്സോണമിക് കീകളിൽ വെച്ചിട്ട്. കാരണം ഇതിലെങ്ങനെയാണ്, തരംതിരിക്കൽ പ്രക്രിയയിൽ തിരിച്ചറിയാനുള്ള താക്കോലുകളാണല്ലോ ഈ ടാക്സോണമി കീ എന്ന് പറയുന്നത്. സോ ഒരു സൂചകത്തിന് തന്നെ 2 ടൈപ്പ് ഉണ്ടെങ്കിൽ അതാണ് എന്ത്, ഡൈക്കോട്ടമസ് കീ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വർഗീകരണ രീതികളിലേക്കാണ് പോകുന്നത്. ഏതൊക്കെയാണ് വർഗീകരണ രീതികൾ? അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇങ്ങനെ പല രീതിയിലുള്ള വർഗീകരണ രീതികൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ അതുതന്നെയാണ് ഇവിടെയുള്ളത് വർഗീകരണ രീതികൾ എന്ന് പറയുന്നത്. സോ ഒന്നാമത്തെ വർഗീകരണ രീതിയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതാണ് ഇത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. എന്താണ് 2 കിങ്ഡം വർഗീകരണം? 2 കിങ്ഡം വർഗീകരണം എന്താണ്? ഈ 2 കിങ്ഡം വർഗീകരണം അതായത് ജീവജാലങ്ങളെ 2 കിങ്ഡം വർഗീകരണത്തിനനുസരിച്ചിട്ട് 2 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് എന്താണ്, പ്ലാന്റ് എന്നും മറ്റേതിനെ അനിമാലിയ എന്നും. എന്താണ്, പ്ലാന്റ് എന്നും അനിമേലിയ എന്നും 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സോ ഈ പ്ലാന്റ് എന്ന് പറയുന്നത് സസ്യലോകമാണ്. പ്ലാന്റ് എന്ന് പറയുന്നത് എല്ലാ സസ്യങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇത് പ്ലാന്റ് എന്ന് പറയുന്ന കിങ്ഡം. എന്നാൽ അനിമേലിയ എന്ന് പറയുന്ന കിങ്ഡത്തിൽ എന്താണ്, ജന്തുലോകമാണ്. എല്ലാ ജന്തുക്കളെയും ഉൾപ്പെടുത്തിയിരിക്കുന്ന കിങ്ഡമായിരുന്നു ഏത്, കിങ്ഡം അനിമേലിയ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഇതെന്ത് ചെയ്തു, ഇത് നമ്മൾ റിജക്റ്റായി. അങ്ങനെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ റിജക്റ്റ് ആയതിനു ശേഷം വന്ന മറ്റൊരു വർഗീകരണമാണ് ഏത്, 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഏതാണ്, 3 കിങ്ഡം വർഗീകരണം. 3 കിങ്ഡം വർഗീകരണം എന്താണ് 3 കിങ്ഡം വർഗീകരണത്തിൽ ചെയ്തത്? അതിന് പ്ലാന്റ് എന്നും അനിമേലിയ എന്നും പിന്നെന്താ വിളിച്ചത്, മൂന്നാമതായിട്ട് ഒന്നുകൂടെ ആഡ് ചെയ്തു. അതാണ് ഏത്, പ്രൊട്ടിസ്റ്റ. കിങ്ഡം പ്രൊട്ടിസ്റ്റ എന്നും പറഞ്ഞ് മൂന്നാമതായിട്ടൊരു കിങ്ഡം കൂടെ ഉണ്ടാക്കി. ഈ 3 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ ഏണസ്റ്റ് ഹെയ്ക്കലാണ്. ആരാണ്? ഏണസ്റ്റ് ഹെയ്ക്കലാണ് ഈ കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. സോ അങ്ങനെ ഈ 3 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ വർഗീകരണം എന്ത് ചെയ്യും, റിജക്റ്റ് ആയിപ്പോയി. അതിനുശേഷം വന്നതാണ് ഇത് 4 കിങ്ഡം അല്ലെങ്കിൽ 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 4 കിങ്ഡം വർഗീകരണം. ഈ 4 കിങ്ഡം വർഗീകരണത്തിൽ ഒരാളും കൂടെ എക്സ്ട്രാ ആയിട്ട് വന്നു. ആരാണത്? പ്ലാന്റ് ഓൾറെഡി ഉണ്ട്, ഇനി അനിമാലിയ ഓൾറെഡി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ ആരാണ്, പ്രൊട്ടിസ്റ്റ ഓൾറെഡി ഉണ്ട്. ഇതിൻ്റെ കൂടെ ആരെയും കൂടെ ചേർത്തു, കിങ്ഡം മൊണീറ. ആരാണ്? മൊണീറ. സോ ഇതാരാണ് പ്രപ്പോസ് ചെയ്തതെന്ന് ചോദിച്ചാൽ പോപ്പ്ലാൻഡ് ആണ്. ആരാണ്? പോപ്പ്ലാൻഡ് ആണ് ഇത് വർഗീകരിച്ചത്. അങ്ങനെ 4 കിങ്ഡം എന്ത് ചെയ്തു, ഒഴിവാക്കി. അങ്ങനെ വന്നതാണ് ഇത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം
ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ 5 കിങ്ഡം വർഗീകരണം മറ്റേതും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും ഈ 5ാമത്തെ കിങ്ഡം വർഗീകരണം എന്ത് ചെയ്യണം, നിങ്ങൾ നന്നായി തന്നെ നോക്കണം. കാരണം 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് എച്ച് വിറ്റേക്കർ ആണ്. ഈ പേര് ഓർത്ത് വയ്ക്കുക, ഈ പേര് വളരെ പ്രാധാന്യമുള്ളതാണ്, വിറ്റേക്കർ. ഓക്കെ, റോബർട്ട് എച്ച് വിറ്റേക്കർ ആണ് 5 കിങ്ഡം വർഗീകരണം കൊണ്ടുവന്നത്. സോ ഓൾറെഡി ഉണ്ടായിരുന്ന പ്ലാന്റ് ഏതൊക്കെയാണ്? കിങ്ഡം പ്ലാന്റ് ഉണ്ട് ഇവിടെ. പിന്നെ ഏതാ ഉള്ളത്? അനിമേലിയ ഉണ്ട് ഇവിടെ. പിന്നെ ഏതാ ഉള്ളത്? പ്രോട്ടീസ്റ്റ ഉണ്ട്. പിന്നെ ആരാ ഉള്ളത്? മൊനീറ ഉണ്ട്. അപ്പം അവസാനമായിട്ട് ആരെ കൊണ്ടുവന്നു ഇയാൾ? ഫഞ്ചൈ. എന്താണ്? കിങ്ഡം ഫഞ്ചൈ. ഇതാണ് എന്ത്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഏതൊക്കെയാണ്? കിങ്ഡം പ്ലാന്റ്. അപ്പം നമുക്കിതിങ്ങനെ വരയ്ക്കാം. ഇവിടെ ആര് വരും? മൊനീറ. ഇനി അടുത്തത് ആര് വരും? കിങ്ഡം പ്രോട്ടീസ്റ്റ. ഇനി ആര് വരും? ഇനി ആരാ വരുന്നത്? ഫഞ്ചൈ. പിന്നെ ആരാണ്? പ്ലാന്റ്. പിന്നെ വരുന്നതാണ് ഇത് അനിമേലിയ. ഇങ്ങനെ 5 കിങ്ഡം അല്ലെങ്കിൽ 5 കിങ്ഡം വർഗീകരണം നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? റോബർട്ട് എച്ച് വിറ്റേക്കറാണ്. ഇനി നമുക്ക് നോക്കാം ഇതിലൊക്കെ ഉള്ളത് ആരൊക്കെയാണെന്ന് നോക്കാം. സോ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ മൊനീറയിലുള്ളതൊക്കെ എന്താണ്? ബാക്ടീരിയകളാണ്. ബാക്ടീരിയ ഓക്കെ ആണല്ലോ. ഇനി പ്രോട്ടീസ്റ്റയിലുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ എന്താണ്? അമീബ പാരമീസിയം പോലുള്ളതാണ് പ്രോട്ടീസ്റ്റയിലുള്ളത്. ന്യൂക്ലിയസോട് കൂടിയുള്ള ഏകകോശ ജീവികളാണ്. അതേപോലെ തന്നെ അവരെന്താണ്? യൂക്കാരിയോട്ടുകളായിരിക്കും. സോ അങ്ങനെയുള്ളവയാണ് പ്രോട്ടീസ്റ്റയിലുള്ളത്. എന്നാൽ ഫഞ്ചൈ നമുക്ക് പറയാം കുമിളുകൾ അല്ലേ? കുമിളുകൾ. ഫംഗിയൊക്കെ പെടുന്നതാണ് ഏത് ഗ്രൂപ്പ്? ഫഞ്ചൈ എന്ന് പറയുന്നത്. പ്ലാന്റയിൽ ആരാണ് ഉണ്ടാവുക? സസ്യങ്ങളാണ്. അനിമേലിയയിൽ ആരാണുള്ളത്? മൃഗങ്ങളാണ് അല്ലേ? ജന്തുക്കൾ എന്ന് നമുക്ക് പറയാം. ഇതാണ് ജന്തുക്കൾ. ഓക്കെ ആണല്ലോ. ഇനി ഇതിൻ്റെ വർഗീകരണത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. സോ മൊനീറ എന്ന് പറയുന്നത് ബാക്ടീരിയ ആണല്ലേ. നമ്മളിതിൻ്റെ എന്താണ് പ്രത്യേകതകളാണ് നോക്കുന്നത്. മൊനീറയിൽ ആരാണുള്ളത്? ബാക്ടീരിയ ആണുള്ളത്. ഇതിൻ്റെ ഒരു സവിശേഷത എന്താണ്? ഇവർക്കൊന്നും എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. ന്യൂക്ലിയസ് ഇല്ല. നമ്മൾ കോശത്തിൽ പഠിക്കും അതല്ലേ? ന്യൂക്ലിയസ് ഇല്ല. ബാക്ടീരിയക്ക് എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. ഇതെന്താണ്? ഒരു ബാക്ടീരിയ ആണ്. ഇത് ബാക്ടീരിയേൻ്റെ ഉള്ളിലുള്ള ജനിതക ഘടനയാണ്. ഇതൊക്കെ എന്താണ്? സൈറ്റോപ്ലാസമാണ്. മറ്റൊരു ഓർഗനലും ഇല്ലാതെ, അതായത് കോശദ്രവ്യ ഇതാണെന്ത്? സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. സോ ഇതൊക്കെ നമുക്ക് കോശത്തിൽ പഠിക്കാൻ. തൽക്കാലം ഇത് മനസ്സിലാക്കി വെക്കുക. ഇത് ആണ് അതിൻ്റെ ജനിതക ഘടന എന്ന് പറയുന്നത്. സോ ഇതെന്താണ്? ഒരു ബാക്ടീരിയ ആണ്. ഇതിന് എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല, അല്ലെങ്കിൽ അതിനൊരു മർമ്മമില്ല. കാരണം എന്താണ്? അതിനൊരു മർമ്മസ്ഥാനം ഇല്ല. ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മർമ്മസ്ഥാനം ഇല്ലാത്തത് കൊണ്ടാണ് അതെന്ത് വിളിക്കുന്നത്? ന്യൂക്ലിയസ് ഇല്ല എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് ഇല്ല എന്ന് പറയുന്നത്. സോ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശമാണല്ലേ? ഏകകോശ ജീവിയാണ്. കാരണം എന്താണ്? ഇതൊറ്റ കോശമല്ലേ? ഇതിന് ഒരുപാട് കോശങ്ങളുണ്ട്. ഇത് ഒറ്റൊരു കോശമാണിത് അല്ലേ? ഈ ഒറ്റൊരു കോശമാണിത്. അതുകൊണ്ടാണ് ഇതിന് ഏകകോശ ജീവി എന്ന് പറയുന്നത്.
പിന്നെ ഇവരെന്തായിരിക്കും? പ്രോ കാരിയോട്ടുകളായിരിക്കും. ഇവരെന്താണ്? പ്രോ കാരിയോട്ടുകളാണ്. ഓക്കെ, പ്രോ കാരിയോട്ടുകളാണ്. ഇനി അടുത്തത് പ്രൊട്ടിസ്റ്റയാണ്. രണ്ടാമതായിട്ട് പഠിക്കാനുള്ളത് പ്രൊട്ടിസ്റ്റയാണ്. സോ നമുക്കറിയാം പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നതിൽ പെടുന്ന ഒരാളാണ് ആര്? അമീബ, പാരമീസിയം ഒക്കെ പ്രൊട്ടിസ്റ്റയിൽ വരുന്നതാണ്. സോ ഇതാണ് എന്ത്? അമീബയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അമീബയ്ക്ക് എന്തുണ്ട്? പക്ഷേ നല്ലൊരു എന്തുണ്ട്? മർമ്മമുണ്ട്. നല്ലൊരു മർമ്മമുണ്ട്. നല്ല കവറിങ് ഒക്കെ കൂടെ കൂടിയിട്ടുള്ള നല്ലൊരു മർമ്മമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്തിലാണ് പെടുന്നത്? ഇത് യു കാരിയോട്ടിലാണ് പെടുന്നത്. ഏതിലാണ് പെടുന്നത്? യു കാരിയോട്ടിലാണ് പെടുന്നത്. സോ യു കാരിയോട്ടുകളാണ്. പക്ഷേ ഇതെന്താണ്? ഏകകോശ ജീവികളാണ്. ഏകകോശ ജീവികളാണ്. ഏകകോശ ജീവികൾ അല്ലെങ്കിൽ ബഹുകോശ ജീവികൾ. ഏകകോശം എന്ന് പറഞ്ഞാൽ ഒരു കോശം. ബഹുകോശം എന്ന് പറഞ്ഞാൽ രണ്ടിലധികം കോശങ്ങളുണ്ടെങ്കിൽ അതിനെ ബഹുകോശ ജീവികൾ എന്നാണ് വിളിക്കുക. സോ ഇതാണ് അമീബ. ഈ അമീബയിൽ എന്താണ്? മർമ്മം എന്നൊക്കെ പറയുന്നത് നല്ല കറക്റ്റായിട്ട് നമുക്ക് കാണാനും പറ്റും. സോ അതുകൊണ്ടാണ് അതിനെ യൂക്കാരിയോട്ടുകളിൽ പെടുത്തിയത്. പിന്നെ അമീബ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഏകകോശ ജീവിയാണ്. അതേപോലെ തന്നെ ഇതിന് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ഇതിനെന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. അടുത്തതാണ് ഇത് നമ്മുടെ ഫഞ്ചൈ എന്ന് പറയുന്നത്. ഫഞ്ചൈ. സോ ഫഞ്ചൈ എനിക്കറിയാം എന്താണ്? നമ്മുടെ കുമിളല്ലേ? നമ്മുടെ കുമിളിനെയൊക്കെയാണ് എന്ത് വിളിക്കുന്നത്? ഫഞ്ചൈ എന്ന് പറയുന്നത്. സോ ഈ ഫഞ്ചൈനെ നമുക്ക് എന്തിൽ പറ്റുമോ? അതായത് ഏകകോശ ജീവികളും ഉണ്ട് ഈ ഫഞ്ചൈ. ഇതെന്തായിട്ട് പറയാം? നമുക്ക് ഒരു ബഹുകോശ ജീവികളായിട്ട് പറയാം. ബഹുകോശ ജീവി എന്ന് പറയാം. അതേപോലെ തന്നെ ഏകകോശ ജീവി ആയിട്ടുള്ളതും ഉണ്ട്. ഇതിൽ ഫഞ്ചൈയിൽ ഏകകോശ ജീവികളും ഉണ്ട്. ഓക്കെ, സോ രണ്ടും എന്തിൽ തന്നെ ഉണ്ട്? നമ്മുടെ ഫഞ്ചൈയിലുണ്ട്. അതേപോലെ ഇതിന് എന്തുണ്ട്? സഞ്ചരിക്കാൻ കഴിവില്ല. അതിനെന്ത് പറ്റില്ല? സഞ്ചരിക്കാൻ കഴിയില്ല അല്ലേ? ഇത് എവിടെയാണോ ഉള്ളത് അവിടെ നിൽക്കും. പൂപ്പലുകൾ സഞ്ചരിക്കാൻ കഴിയില്ല. സഞ്ചരിക്കാൻ കഴിയില്ല. ഇനി എന്താണ്? ഇവരെന്താണ്? സ്വപോഷികളാണോ? സ്വപോഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആഹാരം സ്വയം പാകം ചെയ്യുന്ന ആൾക്കാരെയാണ് സ്വപോഷികൾ എന്ന് വിളിക്കുക. എന്നാൽ ഫംഗിയൊക്കെ എന്താണ്? ചത്തു കഴിഞ്ഞ ശരീരത്തിന് മുകളിൽ നിന്ന് രാസപ്രവർത്തനങ്ങൾ വഴിയാണ് അവരെന്ത് ചെയ്യുന്നത്? പോഷണം സ്വീകരിക്കുന്നത്. സോ അവരെ വിളിക്കുന്ന പേരാണെന്ത്? പരപോഷികൾ. ഇവർ മറ്റുള്ളവരെ ആശ്രയിച്ചാണ് എന്ത്? പോഷണം കണ്ടെത്തുന്നത്. അതുകൊണ്ട് അവരെ പരപോഷികൾ എന്നാണ് വിളിക്കുക. അടുത്തതാണ് ഏത്? പ്ലാന്റേ എന്ന് പറയുന്നത്. അടുത്ത കിണ്ടമാണ് ഏത്? പ്ലാന്റേ. പ്ലാന്റേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ സസ്യങ്ങളും പെടുന്ന ഒരു കിണ്ടമാണ് ഏത്? കിണ്ടം പ്ലാന്റേ എന്ന് പറയുന്നത്. എല്ലാ സസ്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കിണ്ടമാണ് ഏത്? പ്ലാന്റേ എന്ന് പറയുന്നത്. പ്ലാന്റേ എന്ന് പറയുന്നത് ഏകകോശമാണോ? അല്ല, അതൊരിക്കലും ഏകകോശമല്ല. അവരെന്താണ്? ബഹുകോശമാണ്. അവരെന്താണ്? ബഹുകോശമാണ്. കാരണം ഒരുപാട് കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എന്ത്? നമ്മുടെ സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. കാരണം അതിന് ഇലയുണ്ട്, ഇലയ്ക്ക് വേറെ കോശം. തണ്ടുണ്ട്, തണ്ടിന് വേറെ കോശങ്ങളാണ്. ഫ്ലവർ ഉണ്ട്, ഫ്ലവറിന് വേറെയാണ് അല്ലേ? നമുക്കറിയാം സൈലം വെസൽസ്, സൈലം കുഴലുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെള്ളം കൊണ്ടുപോകാൻ അതൊരു സൈലത്തിൻ്റെ ഒരു കോശമല്ലേ? അത്. സോ അങ്ങനെ ഫ്ലോയം ഉണ്ട്. അതേപോലെ പാരൻകൈമയുണ്ട്, കോളൻകൈമയുണ്ട്, സ്ക്ലീറൻകൈമയുണ്ട്. ഇനി മെരിസ്റ്റമാറ്റിക് കലകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ പ്ലാന്റ് അല്ലെങ്കിൽ സസ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബഹുകോശമാണ്. ബഹുകോശ ജീവികളാണ്. ഇവരെന്താ? പരപോഷികളാണോ? ഇവരെന്താണ്? സ്വപോഷികളാണ്. സ്വപോഷികളാണ്. ഓക്കെ, സഞ്ചാരശേഷി ഉണ്ടോ? ഇല്ല അല്ലേ? സഞ്ചാരശേഷി ഇല്ല. അടുത്തതാണ് ഏത്? ആനിമേലിയ. ആനിമേലിയയിൽ ആരാണ് ഉൾക്കൊള്ളുന്നത്? എല്ലാ ജന്തുക്കളും ഉൾക്കൊള്ളുന്നു. സോ ഇവരെന്താണ്? പരപോഷികളാണ്. ഇവർ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നതാണ്, പരപോഷികളാണ്. അതേപോലെ തന്നെ എന്താണ്? ബഹുകോശ ജീവികളാണിവർ അല്ലേ? ബഹുകോശ ജീവികളല്ലേ? ആണോ? ബഹുകോശ ജീവികളാണ് അല്ലേ? കാരണം എന്താ? നമ്മുടെ കണ്ണും മൂക്കും നാക്കും ചെവിയും ഒക്കെ എന്താണ്? വെവ്വേറെ കോശങ്ങൾ കൊണ്ടാണ്. നമ്മൾ സ്കിന്ന് വേറെ കോശമാണ്. ഇനി കിഡ്നി എടുത്താൽ വേറെയാണ്, ലിവർ എടുത്താൽ വേറെയാണ്, ഹാർട്ട് എടുത്താൽ വേറെയാണ്. എല്ലാം വേറെ കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് അല്ലേ? ആണ്. സോ ബഹുകോശ ജീവിയാണ്. ഇവർക്ക് എന്തുണ്ട്? സഞ്ചാര ശേഷി ഉണ്ട്. ഓക്കെ ആണല്ലോ? സോ ഇതാണ് എന്ത്?
ബൈ കിങ്ഡം ക്ലാസ്സിഫിക്കേഷൻ.